നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ എനിക്ക് എങ്ങനെ അതിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും, എന്നെ അതിൽ നിന്ന് ആര് രക്ഷിക്കുമെന്നോർത്ത് വ്യാകുലപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും കുടുംബജീവിതവും ഒക്കെ താളം തെറ്റിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുവാനും നിങ്ങൾക്ക് പരിഹാരം തരുവാനും നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം തരുവാനും കഴിയുന്ന ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ്. ആ യേശുക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു എങ്കിൽ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ യേശുവിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചറിയിക്കുകയാണ്. ഒരു ദൈവവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് അല്പമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാ വായിക്കപ്പെടുന്നത്: മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. രക്ഷയ്ക്ക് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകിയതായ വേറെ ഒരു നാമവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. എന്താണ് രക്ഷയെന്ന് ദൈവവചനത്തിൽ അല്പമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പറഞ്ഞാൽ ശിക്ഷാവധിയിൽ നിന്നുള്ള ഒരു മോചനമാണല്ലോ രക്ഷയെന്ന് കരുതിയിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എന്നാൽ അതല്ല സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്ന രക്ഷയെന്ന് പറയുന്നത്. വേദപുസ്തകം വിളിച്ചു പറയുന്ന രക്ഷയെന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ച് പറയുന്നു. പാപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പാപത്തിന്റെ സ്വഭാവം നിമിത്തമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, രോഗം, ദുഃഖം, മരണം, ശാപം മുതലായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നിത്യജീവനെ അവകാശമാക്കുക എന്നുള്ളതാണ്. ദൈവവചന വിഭാഗം വിളിച്ചു പറയുന്നതായ ഈ വലിയ രക്ഷ എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള 3 സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പാപത്തിൽ നിന്നുള്ള മോചനം. 2, പാപസ്വഭാവങ്ങളിൽ നിന്നുള്ള മോചനം, രോഗം, ദുഃഖം, ശാപം, മരണം, ഇതിൽ നിന്നുള്ള വിടുതൽ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെ അവകാശമാക്കി തീർക്കുവാൻ കഴിയും. ഈ 3 അതിപ്രധാനമായ സംഗതികളാണ് ദൈവവചനം വിളിച്ചു പറയുന്ന രക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ശബ്ദധാരാവലി എന്ന് പറയുന്ന മലയാളത്തിന്റെ നിങ്ങളുടെ പരിശോധിക്കുമ്പോൾ പാപത്തിന്റെ അർത്ഥത്തെ കൊടുത്തിരിക്കുന്നത് ദൈവവിരോധം വരത്തക്ക പ്രവൃത്തിയെന്ന്, ലക്ഷ്യത്തെറ്റിയ പോക്ക് എന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് വിരോധം വരുന്ന പ്രവൃത്തി പാപമാണ്. ദൈവത്തിന് വിരോധം വരുന്ന എന്തെല്ലാം പ്രവൃത്തികളാണ് മനുഷ്യൻ ഇന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? മദ്യവെച്ച മനോമത്തനായി വീട്ടിൽ കടന്നു വന്നിട്ട് അപ്പനെ അളിയാന്നും വിളിച്ച് മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ചെയ്ത് രാത്രിയിൽ കഴിക്കുവാനുള്ള ഭക്ഷണം ഒരുക്കി വെച്ച്